അപ്പൊ ഇതാണല്ലേ ഇന്നലത്തെ വഴക്കിനിടയിൽ പൊട്ടിപ്പോയ TV. ഞാൻ അയാളോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടന്ന ദിവസം രാത്രി തന്നെ ഭാര്യ ഒറ്റയ്ക്ക് യാത്ര ചെയ്തെന്ന് പറയുമ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഭയമുള്ള ആളുമല്ല. പിന്നെ അവളെ മധുരയ്ക്ക് പോയത് അത് അവളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു ഫ്രണ്ട് പറഞ്ഞിട്ടും കൂടിയാണ്. ആ ഫ്രണ്ടിന്റെ നമ്പർ എന്ന് പറയാം. അറിയില്ല. ഭാര്യയുടെ ഫോണിൽ കാണും. ഭാര്യയുടെ ഫോൺ എടുത്ത് ലോക്ക. ഭാര്യയുടെ ഫോണിന്റെ ലോക്ക് അറിയില്ലെന്നാവും എടുത്ത് പറയാൻ പോകുന്നു. അറിയാം. അവളുടെ തള്ളവരല. ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും മുക്കൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ഇയാളത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എടാ നോക്കി എന്തോ കിട്ടി ലക്ഷം കിട്ടോ സാറേ. അത് കോഴിയുടെ ചോരേ സാറേ. ഇതായിരുന്നു റോബർട്ട്. കോഴിയുടെ ചോരയാക്കി. പള്ളിപ്പാട ഞങ്ങളോട് എന്തിനാ വന്നിരിക്കുന്നെന്നുള്ളത് നമ്മൾ ഇരുകൂട്ടർക്കും ഒരുപോലെ അറിയാം. വളച്ചേട്ടില്ലാതെ ഇവിടെ എന്താണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവാൻ. ഞാൻ എൻ്റെ വീടിന്റെ ഹോളൊന്ന് വൃത്തിയാക്കി. അപ്പോഴത്തെ എൻ്റെ വേഷം കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എൻ്റെ ജോലിക്കാർ പറയുന്നത് കേട്ട് ഇറങ്ങി തിരിച്ച് നിങ്ങളോടൊക്കെ എന്ത് പറയാനാ സാറേ? ഈ പോലീസുകാരെ നോക്കിയാലേ ഒന്നും കിട്ടാൻ പോണില്ല. കാരണം ബോഡിയൊക്കെ അയാൾ പണ്ടേ കത്തിച്ചിട്ടുണ്ടാവും. ടീച്ചർ ഒരു പാവമായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ പള്ളിയിൽ വെച്ച് കണ്ടതാ. വിളിക്കാം. രമേട്ട ആകെ പ്രശ്നമായിരിക്കുക. പുറത്ത് ജനങ്ങളും മെഡിക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും കിട്ടാതെ പുറത്തു പോകാൻ പറ്റില്ല. രാമേട്ട നിങ്ങൾ തമ്മിലുള്ള പഴയ പ്രശ്നങ്ങൾ എനിക്കറിയാം. അതെന്റെ ചുരുക്ക് ഇവിടെ തീർക്കാൻ നോക്കരുത്. ഞാൻ അവസാനമായിട്ട് ചോദിക്കുക, രാമേട്ട ഉറപ്പാണോ? ഉറപ്പാണ്. അയാൾ ആ ക്രൈം ചെയ്തിട്ടുണ്ട് സാർ. പള്ളിപ്പാടിന് എനിക്കറിയാവുന്ന പോലെ സാറിന് അറിയില്ല. അയാൾ ഈ കാണിക്കുന്ന മുഴുവൻ അടവാണ് സാർ. രാമേട്ട പിന്നെ ഇത്രയും നേരം ഇത്രയും പോലീസുകാർ നോക്കിയിട്ട് എന്തോന്നും കിട്ടാത്ത ഷാഹിനെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എവിടെയാടാ തന്റെ ഭാര്യയെ കൊന്ന് കുഴിച്ചുകൂടിയിരിക്കുന്നത്? തന്നോട് ഞാൻ പറഞ്ഞല്ലേ അവള് മധുരയ്ക്ക് പോയതാണ്. സാറേ, അന്ന ടീച്ചർ. അന്ന ടീച്ചറോ? പള്ളിപ്പാടം കൊന്നെന്ന് പറഞ്ഞ അങ്ങനെ ഭാര്യയായി നിൽക്കുന്നത്.